കോടതി മുറികളിൽ കണ്ണും പൊട്ടി നിൽക്കുന്ന നീതി ദേവത എങ്ങനെ നീതി നടപ്പാക്കും എന്നൊരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഇതാ നമ്മുടെ നീതി ദേവത കണ്ണു തുറന്നു. നിയമ സംവിധാനം കണ്ണു തുറന്ന് നീതിക്ക് നേരെയും അനീതിക്കെതിരെയും പ്രവർത്തിക്കണം. അന്തയായി എല്ലാവർക്കും തുല്യനീതി ലഭ്യമാക്കും പോലെയാണ് പഴയ റോമക്കാരിയായ നീതി ദേവത നിലകൊണ്ടിരുന്നത്. കോളനി ഭരണകാലത്ത് ദേശവാസികളെ മുഖം നോക്കാതെ ശിക്ഷിക്കാൻ കണ്ണും കെട്ടി വാളുമായി നിന്ന അവരുടെ കണ്ണിൽ കാരുണ്യമായിരുന്നോ ക്രൂരതയായിരുന്നോ എന്ന് നമ്മൾ സംശയിച്ചെങ്കിൽ തെറ്റില്ല. പുതിയ നീതി ദേവത കണ്ണു തുറന്നു നിൽക്കുന്ന കാരുണ്യഭാവമുള്ള ഇന്ത്യൻ വനിതയാണ്. സത്യം എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ ഒരു കേസിന്റെ എല്ലാ വശവും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും എന്ന് വലതു കൈയിലെ തുലാസ് അർത്ഥമാക്കുന്നു. വാൾ നടപ്പാക്കലിന്റെയും അധികാരത്തിന്റെയും പ്രതീകമാണ്. വാളിന്റെ ഇരുതല മൂർച്ചയുള്ള സ്വഭാവം നീതി കരുണയുള്ളതോ കഠിനമോ ആയിരിക്കുമെന്നും കാലതാമസമില്ലാതെ നീതി നടപ്പാക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. ജ്ഞാനം, ധർമ്മം, നീതി എന്നിവയുടെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നത് ദേവത ആണ് എന്ന സങ്കല്പത്തിൽ നിന്നാകാം പ്രതിമയ്ക്ക് സ്ത്രീഭാവം കൊടുത്തത്. ഇന്ത്യൻ ദേവത വാൾ ഉപേക്ഷിച്ച് പകരം ഭരണഘടനയെ കയ്യിലെടുത്തപ്പോൾ പൗരന് അനുവദിക്കുന്ന അവകാശങ്ങൾക്കായി നിയമം പോരാടും എന്ന് വ്യക്തമാകുന്നു. ഇനി മാറേണ്ടത് ആ കറുത്ത കോട്ടാണ്. ഇന്ത്യൻ വേഷത്തിലേക്ക് അതും മാറുന്ന കാലം അകലെയല്ല എന്ന് പ്രതീക്ഷിക്കാം.